മമ്മു വ്ലോഗ് 25ന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി ലേഹ്യമാണ്. 2 കിലോ ചെറിയ ഉള്ളി നന്നായി തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴം. ഈത്തപ്പഴം ചേർക്കാത്തവർക്ക് കരിപ്പോട്ടി എന്ന് പറയുന്ന സാധനം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുക. പക്ഷെ നമ്മളിവിടെ ഈത്തപ്പഴം നല്ലൊരു ഫ്രൂട്ട്സ് ആണല്ലോ, അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇതിൽ ഈത്തപ്പഴം ചേർത്തത്. പിന്നെ തേങ്ങാപ്പാലിന്റെ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. ഒരു 3-4 വിസില് വരെ നമുക്ക് ഇതില് കേൾക്കണം. കാരണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലോണം പേസ്റ്റ് പോലെ ആയിട്ട് വരും. അങ്ങനെ നമ്മളിതാ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂനട്ട്, വാൾനട്ട്, ബദാം, ഇത് മൂന്നും കൂടെ ഒന്ന് നല്ലപോലെ പൊടിച്ചിട്ടില്ല. അതിന് ലേഹ്യത്തിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ കടിക്കാനുള്ള വിധത്തിലുള്ള പൊടിച്ചെടുക്കുക. ഇത് നമുക്ക് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ, പക്ഷെ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം അങ്ങനെ ചേർത്താൽ മതി. ഇത് നമ്മൾ വെച്ചിട്ടുള്ള ഉള്ളിയും പിന്നെ ഈത്തപ്പഴം നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെച്ച് ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നാടൻ നെയ്യാണ്. നാടൻ നെയ്യ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യ് ഉണ്ടല്ലോ, പശു നെയ്യ്. പാലിൽ നിന്നും നമ്മൾ ആ പാൽ തിളക്കുന്ന സമയത്ത് പാൽപ്പാടം മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുറച്ച് അധികം നമുക്കൊരു കുറച്ച് നെയ്യിനുള്ള ആവശ്യത്തിനുള്ളതായിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിലിട്ടിട്ട് അത് നന്നായി വറ്റിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നാടൻ നെയ്യായിട്ട് കിട്ടുന്നത്. അപ്പം അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഉരുളി വെച്ച് നന്നായി നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഉള്ളിയും പിന്നെ ഈത്തപ്പഴം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. രക്തശുദ്ധീകരണത്തിന്, ഹിമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട്, അനീമിയ, വിളർച്ച ഇങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഉള്ളിലേഹ്യം അധികമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ പ്രസവരക്ഷാ മരുന്നായിട്ടും ഈ ഉള്ളിലേഹ്യം ഉപയോഗിക്കാറുണ്ട്. എല്ലാ ആൾക്കാർക്കും, ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മരുന്ന് തന്നെയാണ് ഉള്ളിലേഹ്യം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളിത് വേവിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കുറുകി വരണം. ആക്കി വരലാണ് ഇതിന്റെ മെയിൻ. ഇനി നമ്മൾ ഇതിൽ നിന്നിട്ട് ഇളക്കി വറ്റിച്ചു വരുന്നതിനനുസരിച്ചിട്ട് ഇത് പേസ്റ്റ് പോലെ ആയിക്കൊണ്ടിരിക്കും. സാധാരണയായിട്ട് എല്ലാവരും കരിപ്പോട്ടിയാണ് ചേർക്കാറുള്ളത്. പക്ഷെ നമ്മളിതിൽ ഈത്തപ്പഴം കൊണ്ട് 2-3 കഷ്ണം ശർക്കര കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. കുറച്ച് ഈത്തപ്പഴത്തിന്റെ അളവ് കുറവായിരുന്നു. അപ്പൊ ഇനി മധുരമില്ലാതെ കഴിക്കാൻ ടേസ്റ്റ് കുറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് 2-3 കഷ്ണം ശർക്കര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഇളക്കി വറ്റിക്കാം. പിന്നെ നിങ്ങളുടെ കമന്റുകൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളിലേഹ്യം ഉണ്ടാക്കാറുണ്ടെങ്കിൽ അത് നമുക്കും കൂടെ പറഞ്ഞു തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ അറിയിക്കണം. പിന്നെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിത് വീട്ടിലുള്ളവർക്കൊക്കെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാണ് കേട്ടോ, പുറത്തേക്ക് കൊടുക്കാനൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഏകദേശം ഒക്കെ ഒന്ന് പുള്ളിയുടെ ഷേപ്പൊക്കെ ഒന്ന് മാറി കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് വറ്റി വരണം. വറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1-ാം പാലാണ് ഇനി ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിന്റെ മുന്നേ നമ്മളിതാ പൊടിച്ചു വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്, ബദാം, വാൽനട്ട് ഇത് മൂന്നും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പൊടിച്ചു വെച്ചതാണ് ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ 2-ാം പാലില് കുക്കറിൽ വേവിച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ ആ വെള്ളമൊക്കെ നമ്മൾ കുറുകിയെടുക്കാൻ ഏകദേശം 1 മണിക്കൂറൊക്കെ സമയം വരും. നമ്മളെടുക്കുക. അത്ര സമയം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതേപോലെ നല്ല ഉരുളി ചട്ടി അല്ലെങ്കിൽ കനുള്ള പാത്രത്തിൽ തന്നെയാണ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചോണ്ടിരിക്കും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇത് വറ്റിച്ചെടുക്കുക. പിന്നെ നമ്മളിതിൽ ലേശം ഒരു പൊടിക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ദഹനത്തിനും അതേപോലെ രക്തക്കുറവുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ്, രക്തക്കുറവിന്റെ ഒക്കെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യ് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ഇഷ്ടമല്ലാത്തവർ അധികം ചേർക്കണ്ട. നമ്മൾ ആദ്യം ചേർക്കുന്ന നെയ്യ് തന്നെ ആവശ്യമുള്ളൂ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നെയ്യ് ചേർക്കണതിനനുസരിച്ചിട്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ അതിന് ശേഷം അത് ഏകദേശമൊക്കെ വറ്റി വന്നതിന് ശേഷം നമ്മുടെ ഒന്നാം പാല്, ഒരു 3 തേങ്ങയുടെ പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാം പാല് ഒഴിച്ചു കൊടുത്തു. ഇനി ഏതായാലും ഏകദേശം വെന്തതിന് ഈ പാലും കൂടെ വറ്റി കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ വേണ്ടത്. അപ്പൊ നമ്മൾ ഫുള്ള് പാല് ഇതിൽ ഒഴിച്ചു കൊടുക്കാണ്. ഇനി നന്നായി ഇളക്കി ഇത് വറ്റിച്ചെടുക്കണം. ഇനി ഒരു 10 മിനിറ്റോളം നമുക്ക് ഇനി ഇത് ഇളക്കി വറ്റിക്കുക തന്നെ വേണം. പ്രസവരക്ഷാ മരുന്നുകൾ നമ്മൾ അധികം കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എങ്കിൽ കെമിക്കലൊന്നും കൂടുതൽ ഉൾപ്പെടാതെ നല്ലതായിട്ടുള്ള മരുന്നുകൾ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഉള്ളിലേക്കും ഏകദേശം കറക്റ്റ് വേവൊക്കെ ആയി കുറുകി കറക്റ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് ഇനി ചൂടാറിയതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള പാത്രങ്ങളിലേക്ക് ആക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് കഴിക്കാവുന്നതാണ്.